സാമൂഹികമായും ധാർമ്മികമായും തത്വചിന്തപരമായും ആത്മീയമായുമുള്ള പാരമ്പര്യങ്ങളിലേക്കാണ് അനുകമ്പയുടെ ആത്മാവ് നമ്മെ വിളിക്കുന്നത്. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മൾ അവരോട് പെരുമാറണമെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർ എന്ന സത്യത്തെ മാനസികമായി ഉൾക്കൊള്ളാൻ അത് നമ്മെ പഠിപ്പിക്കുന്നു. അനുകമ്പ ഹൃദയത്തിന്റെ ഒരു വികാരം മാത്രമല്ല, മറിച്ച് കാണുവാനും ജീവിക്കുവാനും നിലനിൽക്കുവാനുമുള്ള ഒരു മാർഗമാണ്. ഹൃദയം, ബുദ്ധി, പ്രവൃത്തി, സമയം എന്നിവയെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ദിശാബോധമാണ്. അത് നമ്മെ പ്രകൃതിയോടും എല്ലാ ജീവജാലങ്ങളോടും പരസ്പരം ആഴത്തിൽ ബന്ധിപ്പിക്കുന്നു. അനുകമ്പ എന്നത് മനുഷ്യരിലും സമൂഹത്തിലും ഭൂമിയിലും നിലനിൽക്കുന്ന വേദനയെ തിരിച്ചറിയാനും പ്രതികരിക്കാനും ധൈര്യം നൽകുന്ന ഒന്നാണ്. അത് വേദന കുറയ്ക്കാനും തകർച്ച പരിഹരിക്കാനും ജീവൻ സംരക്ഷിക്കാനും ഐക്യം പുനഃസ്ഥാപിക്കാനുമായി പ്രവർത്തിക്കുന്ന സജീവമായ ശക്തിയാണ്. യഥാർത്ഥ അനുകമ്പ നമ്മെ ഞാൻ എന്നതിൽ നിന്ന് നാം എന്നതിലേക്കും നാം എന്നതിൽ നിന്ന് എനിക്കുള്ളിലെയും നമുക്കുള്ളിലെയും നാം എന്ന ബോധത്തിലേക്കും എത്തിക്കുന്നു. ലോകത്തിന്റെ കേന്ദ്രം മനുഷ്യനാണെന്ന അഹങ്കാരത്തെ മാറ്റി മനുഷ്യരുടെയും മനുഷ്യനല്ലാത്തവയുടെയും മൂല്യം, അന്തസ് എന്നിവയെ ബഹുമാനിക്കുന്നു. അത് മനുഷ്യരുടെയും പ്രകൃതിയുടെയും അവകാശങ്ങൾക്ക് ജീവൻ നൽകുന്നു. അനുകമ്പ നീതിയെയും സമത്വത്തെ മുൻനിർത്തി ആരെയും ഒഴിവാക്കാതെ എല്ലാവരോടും നീതി, മാന്യത, ബഹുമാനം എന്നിവ പുലർത്തണമെന്നും സ്വയം കേന്ദ്രീകരണത്തിൽ നിന്ന് മറ്റുള്ളവരെ കരുതുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും പരിചരിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നു. അനുകമ്പ നമ്മുടെ വീടുകൾ, സ്കൂളുകൾ, തൊഴിലിടങ്ങൾ, ആരാധനാലയങ്ങൾ, രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ആധിപത്യം, നിയന്ത്രണം, മുറിപ്പെടുത്തൽ എന്നിവയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മെ മാറ്റി ഉൾക്കൊള്ളൽ, ശക്തിപ്പെടുത്തൽ, സുഖമാക്കൽ എന്നിവയുടെ രാഷ്ട്രീയത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അനുകമ്പ നമ്മെ പഠിപ്പിക്കുന്നത് അധികാരം ഉപയോഗിക്കേണ്ടത് നിയന്ത്രിക്കാനല്ല, മറിച്ച് ചേർത്ത് പിടിക്കുവാനും ശാക്തീകരിക്കാനും വേണ്ടിയുള്ളതാണെന്നാണ്. എങ്കിലും മനുഷ്യരായ നമ്മൾ പരാജയപ്പെട്ടുവെന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ചൂഷണം ചെയ്യുന്നവരായി, യുദ്ധം, വംശഹത്യ എന്നിവ നടത്തുന്നവരായും പ്രകൃതിയിലെ വിഭവങ്ങൾ ഊറ്റിയെടുക്കുന്നവരായും നാശം വിതയ്ക്കുന്നവരായും മാറിയിട്ടുണ്ട്. ചിന്തിക്കാതെ അപകടകരമായ ഭാവി സൃഷ്ടിക്കുകയാണ് നമ്മൾ. ആദർശത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും പേരിൽ നമ്മൾ പലപ്പോഴും ചൂഷണം, ഹിംസ, അസഹിഷ്ണുത, അത്യാഗ്രഹം എന്നിവയിലൂടെ അനുകമ്പയെ ഇല്ലാതാക്കുന്നു. ലോകത്തിലെ മനുഷ്യവേദനയുടെ മൊത്തം ഭാരവും നാം ഘടനാപരമായി വർദ്ധിപ്പിച്ചു. സംഭാഷണത്തിലെ വ്യത്യസ്തതകളോടൊപ്പം സമാധാനത്തിന് ജീവിക്കാനും അനുകമ്പയോടെ പ്രവർത്തിക്കാനും പരാജയപ്പെട്ടുവെന്ന് നാം സമ്മതിക്കണം. നമ്മൾ കരുണയാൽ അനുഗ്രഹിക്കപ്പെട്ട പാരിസ്ഥിതിക, സാമൂഹിക, ആത്മീയ ജീവികളാണെന്ന് ഓർക്കുക. ധാർമ്മികതയുടെയും രാഷ്ട്രീയത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഹൃദയത്തിൽ അനുകമ്പയെ പുനഃസ്ഥാപിക്കുക. എല്ലാ സംസ്കാരങ്ങളുടെയും എല്ലാ വിശ്വാസ പാരമ്പര്യങ്ങളുടെയും കേന്ദ്രത്തിൽ അനുകമ്പയെ തിരിച്ചു കൊണ്ടുവരിക. വെറുപ്പിനെയും നാശത്തിനെയും വളർത്തുന്ന ഏതൊരു മതഗ്രന്ഥ വ്യാഖ്യാനവും നിരസിക്കുക. നമ്മുടെ കുട്ടികളെ എല്ലാ സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും മനസ്സിലാക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുക. മനുഷ്യ വൈവിധ്യത്തെയും പ്രകൃതി വൈവിധ്യത്തെയും അനുഗ്രഹമായി വിലമതിക്കാൻ പഠിക്കുക. പ്രകൃതിയുടെയും മനുഷ്യരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. ജനാധിപത്യ സംഭാഷണത്തിലും വിവേചനബോധത്തിലും വ്യത്യസ്തതകളെയും മാറ്റങ്ങളെയും ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. അനുകമ്പയും അസ്വസ്ഥതയും വേദനയും ധൈര്യവും ത്യാഗവും ഉൾപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടെന്ന് അംഗീകരിക്കുക. മനുഷ്യനോ ഇതര ജീവജാലങ്ങളോ സുഹൃത്തോ ശത്രുവോ ഭൂമി, വനം, മണ്ണ്, സമുദ്രം എന്നിങ്ങനെ ദുരിതം അനുഭവിക്കുന്നവർ ആരോ അവരോടൊപ്പം നിൽക്കുക. ഇന്നത്തെ ലോകം വിഭജിക്കപ്പെട്ടതും തകർന്ന നിലയിലുള്ളതുമാണ്. ഞങ്ങൾ യുവജനങ്ങൾ അത്യന്തം അനിശ്ചിതമായ ഭാവിയെ നേരിടുകയാണ്. അനുകമ്പയാണ് ഇന്ന് നമ്മുടെ ഏക പ്രതീക്ഷ. നമ്മുടെ വ്യത്യസ്തതകളെ അതിജീവിച്ച് പരസ്പര ബന്ധം, ആശ്രയം എന്നിവ ഓർമ്മപ്പെടുത്താൻ കഴിവുള്ള ശക്തി. സത്യത്തെയും സമാധാനത്തെയും ജനിപ്പിച്ച് പരിചരിക്കുന്നവരായും വിമർശിക്കുന്നവരായും ധൈര്യമുള്ളവരായും മാറാൻ അനുകമ്പ യുവജനങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം നൽകുന്നു. വിശ്വാസം, പരിസ്ഥിതി, സാമൂഹ്യനീതി, സമാധാനം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിന്റെ സ്വപ്നത്തെ അനുകമ്പ ഉറപ്പിച്ചു നിർത്തുന്നു. അതിലൂടെ ഓരോ സൃഷ്ടിക്കും ജീവിക്കാനും മാറ്റം വരുത്താനും കഴിയുന്ന ഒരു ലോകമുണ്ടാകുന്നു. അനുകമ്പ നമ്മുടെ കൂട്ടായ ഉണർവായിരിക്കട്ടെ. നാം ഒരുമിച്ച് നടക്കേണ്ട പാതയായിരിക്കട്ടെ. സംരക്ഷിക്കുകയും പ്രാവർത്തികമാക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യട്ടെ. ഇന്നും നാളെയും എന്നും